വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് നമ്മോടൊപ്പം ഉള്ളത്. ശൈല ടീച്ചർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ഇല്ല, ഒരു ഫോട്ടോ മോർഫ് ചെയ്തത് കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിക്കുന്നു എന്നാണ് താൻ പറഞ്ഞത്. വീഡിയോയെ പറ്റി താൻ പറഞ്ഞിട്ടില്ല. ആ വാർത്താ സമ്മേളനം ഒന്ന് കൃത്യമായി കണ്ടു നോക്കുമെന്നാണ് പറഞ്ഞത്. ശരി, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതിനകത്തുള്ള സന്തോഷം ആദ്യം രേഖപ്പെടുത്തട്ടെ. അങ്ങനെ ഇല്ലാന്ന് ഇതുവരെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞതിലെ ശരിയും ഇനി എല്ലാവരും അംഗീകരിക്കട്ടെ. ഇനി ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി പത്രസമ്മേളനത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു ഇതുപോലൊരു ഗൗരവമേറിയ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. എത്ര സാംസ്കാരിക നായകരെന്ന് വിളിക്കപ്പെടുന്നവർ എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾ എനിക്കെതിരെ പേര് പറഞ്ഞിട്ടു, എനിക്കെതിരെ പേര് പറഞ്ഞ് പരാതി കൊടുത്തു, എനിക്കെതിരെ പേര് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി, എനിക്കെതിരെ പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. നവമാധ്യമങ്ങളിലൂടെ എത്ര വലിയ ആക്ഷേപം ഇതിന്റെ പേരിൽ ഞാൻ നേരിടേണ്ടി വന്നു. പോൺ വീഡിയോ എന്ന് വരെ പറഞ്ഞായിരുന്നു അല്ലേ, അശ്ലീല വീഡിയോ. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു, അങ്ങനെ തന്നെയല്ലേ പ്രചരിപ്പിക്കപ്പെട്ട്, അതിന്റെ പേരിലല്ലേ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഇനി അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ആരാ ശരിക്കും വ്യക്തിഹത്യ ചെയ്യപ്പെട്ടത് ഇവിടെ? ഞങ്ങളാണ് ശരിക്കും. അല്ലേ, സത്യസന്ധമായിട്ട് പറ. ഇല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് എന്റെ അറിവോടെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് അതിന്റെ പേരിലുള്ള നവമാധ്യമ വിചാരണയും വേട്ടയാടലും ചാനൽ ചർച്ചയും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. എന്നാൽ ആ വീഡിയോ ഇല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തിക്കൂടെ? ഇപ്പൊ വീഡിയോ ഇല്ല എന്ന് പറയേണ്ട സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആ വീഡിയോ ആരും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. ഇനി മോർഫ് ചെയ്തൊരു ചിത്രം വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. MS കണ്ടിട്ടുണ്ടോ? അത് ഉണ്ടോ? ആ ചിത്രം കണ്ടിട്ടുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി വേറെ ഒന്നും ഉണ്ടായിട്ട് ചോദിക്കില്ല. വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന ഒരു ചിത്രം ആദ്യം കാണുന്ന ആളുകൾ ഒരാണല്ലോ നിങ്ങളൊക്കെ. നിങ്ങളുടെ ഓൺലൈൻ വിങ്ങെങ്കിലും കാണുമല്ലോ. വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇനി അതും ഉണ്ടെങ്കിൽ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടി എടുത്തോട്ടെ. എപ്പോഴും അതുണ്ടെന്നാ പറയുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അപ്പൊ ഈ വ്യക്തിഹത്യയെ പറ്റി ഇപ്പൊ നടത്തിയ ധാർമ്മിക പ്രസംഗങ്ങളൊക്കെ മറ്റുള്ളവർക്കും അപ്ലിക്കബിൾ ആണെങ്കിൽ, കരുതൽ എന്ന് പറയുന്നത് അവനവനോട് മാത്രമുള്ളതൊന്നല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഉൾപ്പെടെ നേരിട്ട ആക്ഷേപങ്ങൾക്ക് ഒരു റിഗ്രറ്റ് പറയാനെങ്കിലും ഇതിൽ പ്രതികരിച്ച ആളുകൾ തയ്യാറാവണം. ഇനി ഇത് ഞങ്ങൾക്ക് അതില്ലെങ്കിലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇപ്പോൾ അതില്ല എന്ന് പറയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് വ്യാപകമായി ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഈ വീഡിയോയ്ക്ക് അപ്പുറം മറ്റു ചില മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരക്കുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഇത് വല്ലാതെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് ഇത് തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നാണ് ടീച്ചർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഒരാൾക്കേ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ളൂ. ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുന്നവനായി ടോട്ടലി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇതില്ലേ? KK രമക്ക് പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഇല്ലേ? രമ്യ ഹരിദാസിന് പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഇല്ലേ? ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒരു പോളിസി സ്റ്റാൻഡ് എടുക്കാലോ. അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു KK രമക്കും രമ്യ ഹരിദാസിനും ബന്ധപ്പെടുത്താൻ പറ്റില്ലെന്നാണ്. അതെന്താ അങ്ങനെ പറയുന്നേ? അങ്ങനെയല്ലല്ലോ. KK രമ പോലും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ എന്താ? ഉണ്ടെന്ന് ടീച്ചർ പറയുന്നതിനെ മുഖവിലക്കെടുത്തുന്നു, കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാടില്ലാത്തതാണ്, നടപടിയെടുക്കണം, ഇത്തരം വിഷയങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. UDF സ്ഥാനാർത്ഥിക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ളത് അസംബന്ധമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ KK രമ. അവരെ പറച്ചിലുള്ള ഒരു ഗ്രേസ് തിരിച്ചിപ്പുറത്തൊന്നും പറയണ്ടേ? അവർക്കെതിരെ ആകുമ്പോൾ അത് കുഴപ്പമില്ല, അതുപോലെയല്ല ഇതെന്ന് വെച്ചാൽ അവനവനെതിരെ പറയുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളൂ. കരുതൽ എന്നുള്ളത് അവനവനോട് തന്നെ അവനവനുള്ളതാണോ? മറ്റുള്ളവർക്കും കൂടെ ഉള്ളതല്ലേ? മറ്റുള്ളവരോടും കൂടെ തോന്നേണ്ടതല്ലേ? ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ KK രമ പറഞ്ഞ പത്രസമ്മേളനം, KK രമ നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനം ഒരു 50 എഡിറ്റെങ്കിലും വരുത്തിയിട്ട് ഇപ്പോൾ പുറത്തിറക്കിയ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് എന്റെ ഗുണ്ടാ സംഘം നടത്തിയതാണെന്ന് KK രമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ പ്രചരിക്കുക. അപ്പൊ അത് ചെയ്തതിനെ തള്ളി പറയണ്ടേ? ഇത് വൺ വേ ട്രാഫിക് ആണ്. കഴിഞ്ഞ ദിവസം ബോംബിൽ ഒരാളും കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരുടെ പ്രൊഫൈൽ പിക്ചർ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെയാണ്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ലല്ലോ ഇത് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ ആരും പറയുന്നില്ലല്ലോ. കാരണം അത് അങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത്. അതുണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന ആളുകൾ വേറെ ആയിരിക്കുമല്ലോ, സ്ഥാനാർത്ഥി ആയിരിക്കില്ലല്ലോ.
അത് വ്യാഖ്യാനിച്ച് നിങ്ങൾക്കെതിരെ അങ്ങനെയാണോ അതിൻ്റെ ഒരു മോട്ടീവ്? ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണ ഒരു കാൻഡിഡേറ്റ്, ഒരു എലക്ഷൻ എന്നതിനപ്പുറത്തേക്ക് അത് വളർന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുക. അതിന് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഉണ്ടായില്ല. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. അപ്പൊ അവരുമായിട്ടൊരു ഡിസ്കണക്ട് വരുക്കത്തക്ക എന്തെങ്കിലും ഒരു പ്രചരണം നടത്തണമെന്ന് ചിലപ്പോൾ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഏജൻസി പറഞ്ഞിട്ടുണ്ടാവാം. അതിന്റെ പുറത്താണ് എന്റെ പേര് അതിലേക്ക് വലിച്ചഴക്കപ്പെടുന്നത്. ആ ഇഷ്യൂ മാത്രം പറയായിരുന്നെങ്കിൽ പോലും പിന്നെ ഞങ്ങൾക്ക് ആർക്കും യോജിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇഷ്യൂവിനേക്കാൾ വലുത് കാൻഡിഡേറ്റിനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു അജണ്ട. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. താങ്കൾ കുറെ വർഷങ്ങളായി തന്നെ ഈ രംഗത്തുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു അലിഗേഷൻ താങ്കളുടെ പേരിൽ വരുന്നതല്ലേ? മറ്റു പൊളിറ്റിക്കൽ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഈ ഒരു വലിയ മത്സരത്തിന്റെ മുന്നിൽ നിന്നപ്പോൾ ഒന്ന് ഉലഞ്ഞപ്പെട്ടു. എനിക്ക് ഇത്രയും കാലത്തെ എന്റെ അനുഭവത്തിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്തോണ്ടാണ്, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടാണ്. വ്യക്തിപരമായും അല്ലാതെയും ഞാനതിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ഇതിനേക്കാൾ വാശിയേറിയ തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ടൈറ്റ് മത്സരമായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ. അനീഷിന് പറയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എനിക്കെതിരെ അന്ന് പോയിരുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒലഞ്ഞു പോയൊന്നുമില്ല. കാരണം എന്താ പറയുക, ഞാൻ കൺവിൻസ്ഡ് ആണ് ഞാനത് ചെയ്യില്ല എന്നുള്ളത്. നമ്മളെ പറ്റി ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ളതും പ്രധാനമാണ് പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടല്ലോ. അല്ല, അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ഉള്ളിലൊരു തോന്നൽ. ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നു. ആ കൺവിക്ഷൻ ജനങ്ങൾക്കും വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്തൊരു സാധനത്തെ പറ്റിയാണല്ലോ പറയുന്നത്. അത് ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞതിനകത്ത് എനിക്ക് സോഷ്യൽ മീഡിയ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അറിയിപ്പം സോളാർ പ്രതിയുടെ ചിത്രം വെച്ച് പോലും ക്ലിപ്പ് എവിടെ എന്നൊക്കെ ചോദിച്ചുള്ളൊരു നടക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റിന് താഴെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു അഹിതമായ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ അതിൽ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അതാര് ചെയ്യുന്നതിനകത്തും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തന്നെ പറയാൻ ധാരാളം കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഇല്ലാത്ത ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഫാക്ച്വലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ, അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെങ്കിൽ അത് നിർത്താനും പറ്റില്ല. അതിപ്പോൾ അഴിമതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും. അത് നിയമപരമായി ചോദിക്കും. ഇപ്പം ഞാൻ സ്വർണ്ണക്കടത്ത് അസംബ്ലിയിൽ അവതരിപ്പിച്ചത് കണ്ടയില്ലേ താങ്കൾ? 10 ഫാക്ച്വൽ ചോദ്യങ്ങളല്ലാതെ ഏതെങ്കിലും കഥകളാണോ ഞാൻ അവിടെ പറഞ്ഞത്? അല്ലല്ലോ. അത് അങ്ങനെ തന്നെ തുടരണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഈ കാര്യത്തിൽ ഈ സൈബർ യുദ്ധം സന്തോഷമുണ്ട്. ആ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞതിന് സന്തോഷം. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണെന്ന് ഇപ്പം വന്നല്ലോ. ഇതിന്റെ പേരിൽ ഞങ്ങളൊക്കെ ആക്ഷേപിക്കപ്പെട്ടതിന് എന്താ മറുപടി എന്നുള്ളത് ആക്ഷേപിച്ചവരും ജനങ്ങളും തീരുമാനിക്കട്ടെ. എന്തായാലും ആശ്വാസം, സന്തോഷം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടകരയിലെ സജീവ ചർച്ചാ വിഷയമായി നിന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണം തന്നെയാണ്. ഇതിൽ വീഡിയോ ഇല്ല എന്നും മറുഭാഗത്തുള്ള സൈബർ ആക്രമണം അതേ രീതിയിൽ തുടരുന്നുണ്ട് എന്നുമാണ് ടീച്ചർ പറഞ്ഞത്. അതിനുള്ള മറുപടി ഇപ്പോൾ ഷാഫി നൽകി കഴിയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു.